തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് മുഖ്യമന്ത്രിയുടെ PA വിളിച്ച് കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആവട്ടെ, അഭിനന്ദനങ്ങൾ എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്ന വാർത്ത തെറ്റായ രീതിയിലാണ് പ്രചരിച്ചതെന്നും ഓഫീസ് അറിയിച്ചു. നമ്മൾ സമയം മുമ്പ്, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ, ഈ മേയർ സ്ഥാനത്തേക്കുള്ള കൗൺസിൽ ഹാളിൽ ആ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നിരുന്നത്. നമ്മളടക്കം ആ വാർത്ത അറിഞ്ഞതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്നാണ് ആ വാർത്ത എന്നുള്ളത്. എന്നാൽ അത് അത്രത്തോളമില്ല. അത് അത്തരത്തിൽ അങ്ങനെ പ്രചരിക്കേണ്ട കാര്യമില്ല. അതൊരു തെറ്റായ ഒരു പ്രചാരണമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതായത് ആ സാഹചര്യം ഇങ്ങനെയാണ്. വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചു. എന്നാൽ അതിനുശേഷം അത് സമയം കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് മുഖ്യമന്ത്രിയുടെ PA വിളിച്ച് കണക്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ് എന്ന് വി രാജേഷ് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും വി രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഒരു സ്വാഭാവിക പ്രതികരണം. ആവട്ടെ, അഭിനന്ദനങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എന്നാൽ അത് പിന്നീട് അത് തെറ്റായ രീതിയിൽ പ്രചരിച്ചു എന്നാണ് ഓഫീസ് അറിയിക്കുന്നത്. ഈ ഒരു തരത്തിൽ തന്നെയാണ് നമ്മളും ആ വാർത്തയെ കണ്ടിരുന്നത്. മുഖ്യമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മളും വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അത്തരത്തിലൊരു തെറ്റായ രീതിയിൽ അത് പ്രചരിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. എന്തായാലും നിലവിൽ അതിനെ സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. നമ്മളത് കൃത്യമായി തന്നെ നമ്മൾ ആ ഘട്ടത്തിൽ നമ്മളത് പറഞ്ഞതാണ്. കാരണം വി രാജേഷിനെ അഭിനന്ദിച്ചു എന്നാണ് മുഖ്യമന്ത്രി അഭിനന്ദിച്ചു എന്നുള്ള തരത്തിലാണ്. എന്നാൽ അത് മുഖ്യമന്ത്രി വിളിച്ച് അഭിനന്ദിച്ചു എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അത് BJP അണികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കേൾക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. കാരണം മറ്റൊരു പക്ഷത്തുള്ള, മറ്റൊരു മുന്നണിയിലുള്ള ഒരു മുഖ്യമന്ത്രി തങ്ങളെ, ഈ വി രാജേഷ് തങ്ങളുടെ നേതാവിനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുക എന്നുള്ളൊരു വാർത്ത പെട്ടെന്ന് അങ്ങ് പ്രചരിക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നീട് ഒരു മിസ്കൺസെപ്ഷനിലേക്ക് ഒക്കെ പോയേക്കാം. പക്ഷേ വാർത്ത തെറ്റെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. രാജേഷ് വിളിച്ചു, വി രാജേഷ് വിളിച്ചു പറഞ്ഞു, PA വിളിച്ചു, കണക്ട് ആയില്ല. പിന്നീട് PA വിളിച്ച് കണക്ട് ചെയ്തു. അപ്പോൾ രാജേഷ് പറഞ്ഞു താൻ മേയർ ആവുകയാണ്, ഇതിനുശേഷം വന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ആവട്ടെ, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അഭിനന്ദനങ്ങൾ അറിയിച്ചു. മുഖ്യമന്ത്രി വി രാജേഷിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു എന്ന് പറയുന്നത് കൃത്യമാണ്. പക്ഷേ അത് വിളിച്ച് അഭിനന്ദിച്ചു എന്നുള്ള തരത്തിലൊക്കെ പറയുന്നതാണ് തെറ്റ് എന്ന്, അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയാണ് തെറ്റെന്നുള്ളത് കൂടി മുഖ്യമന്ത്രി